കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടി-കോമിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമാകുന്നതിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്നാണ് വിവരം. പദ്ധതി നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലെ പ്രതിപക്ഷ വിമർശനത്തെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളും സെക്രട്ടേറിയറ്റ് നിർദ്ദേശിക്കും. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് ചേരുന്നത്. ബിനിൽ, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവടക്കം വലിയ തരത്തിലുള്ള വിമർശനമാണ് ടി-കോം കമ്പനിക്കെതിരെയും സർക്കാരിനെതിരെയും ഉന്നയിച്ചത്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാകും ചർച്ചയാകുക? വിഷയത്തെ പ്രതിരോധിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്ന് CPM സെക്രട്ടറി ചേരുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തമായി തന്നെ ഇതിൽ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനമായിട്ടുള്ളത്. ടി-കോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം, മന്ത്രിസഭാ തീരുമാനത്തിനെ കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷം വിമർശിച്ചത്. അതായത് നേരത്തെ VS അച്യുതാനന്ദന്റെ കാലത്ത് 2007 ഇത് പൊളിച്ചെഴുതിയിരുന്നു ഈ കരാറ്. അതേപ്രകാരം 10 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കേണ്ടതാണ്. പക്ഷേ അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ ടി-കോമിന്റെ വീഴ്ചയാണ് എന്നാണ് ഒരു പൊതുവിമർശനമായി ഉയർന്നു വന്നത്. ആ ഘട്ടത്തിൽ എന്തിനാണ് ഈ നഷ്ടപരിഹാരം? സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലവിൽ സംസ്ഥാന സർക്കാരുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഉണ്ടായിരുന്നത്. പക്ഷേ സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇത് ഈ നഷ്ടപരിഹാരം നൽകി പ്രശ്നങ്ങൾ മുന്നോട്ട് പോയാൽ കൂടുതൽ മറ്റ് നിക്ഷേപകർ ഇവിടേക്ക്, മറ്റ് പങ്കാളിത്തമുള്ള ആളുകൾ ഇവിടേക്ക് എത്തും എന്ന ഒരു കാര്യം സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അടുത്ത് തന്നെ ആ ആളുകൾ വരികയും സ്മാർട്ട് സിറ്റി പദ്ധതി വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ തന്നെയാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിലെ ചർച്ചകൾ വരാൻ സാധ്യതയുള്ളത്. എന്തായാലും വിമർശനങ്ങൾക്കുള്ള സാധ്യത സെക്രട്ടേറിയറ്റിലും ഉണ്ട്. പക്ഷേ അവിടെ മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ടി-കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനത്തെ കടുത്ത ഭാഷയിൽ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്. നിലവിൽ അതിൽ വ്യക്തത വരുത്താൻ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കഴിയും എന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷയുള്ളത്. എന്തായാലും കൂടുതൽ വിഷയങ്ങളും സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് വരും. സമ്മേളനം നടക്കുകയാണ്. ഏരിയ സമ്മേളനങ്ങൾ ഏകദേശം പൂർത്തിയാകുകയാണ്. അവിടെ വലിയ വിമർശനങ്ങളും പാർട്ടിക്കെതിരെ വലിയ നീക്കങ്ങളും ഒക്കെ ഏരിയ സമ്മേളനം ഉണ്ടായി. തിരുവനന്തപുരത്ത് തന്നെ ഏരിയ സെക്രട്ടറി തന്നെ BJPയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്തു. ജില്ലാ സമ്മേളനങ്ങൾ വരികയാണ്. ജില്ലാ സമ്മേളനങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണം, വലിയ വിഭാഗീയത ഇല്ലാതെ മുന്നോട്ട് പോകണം. അതിനുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് സെക്രട്ടറിയിൽ എന്തായാലും ഉണ്ടാകുക. എന്തായാലും സംസ്ഥാനത്തെ നിലവിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഈ സെക്രട്ടറിയിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി ബിനിൽ.